നമസ്കാരം, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആർ ആർ ബി ജെയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. മറ്റൊന്നുമല്ല, ആർ ആർ ബി ജെയുമായി ബന്ധപ്പെട്ട ചില സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ആവശ്യപ്പെടാറുണ്ട് പരീക്ഷ അപേക്ഷിക്കുമ്പോൾ. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഡേറ്റും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പം ആ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അറിയണം. അതിനൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ആർ ആർ ബി ജെയുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിൽ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്നാണ് ഇത് അവസാനമായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ 30-ാം തീയതി ആയിരുന്നു വന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതി ആയിരുന്നു വന്നത്. അപ്പൊ ഇനി എന്നിത് അവസാനം വരെ അപേക്ഷിക്കാൻ പറ്റും. 29/8/2024 വരെയാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്ന അവസാനത്തെ ഡേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 29/8/2024 29/8/2024 ഇത് അപേക്ഷിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഇതിന്റെ ഡീറ്റെയിൽസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ ഈ കൊടുത്ത ആപ്ലിക്കേഷൻ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വല്ലതും ഉണ്ടായിരിക്കട്ടെ, ഈ ഉണ്ടായ തെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരുത്താൻ പറ്റും. ഇതിനൊരു വിൻഡോ ഓപ്പൺ ആവാറുണ്ട്. ഈ വിൻഡോ ഓപ്പൺ ആവുന്ന ദിവസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിൻഡോ ഓപ്പൺ ആവുന്നത് 3/8/2024 ഓപ്പൺ ആയിട്ട് 8/9/2024 ക്ലോസ് ആവും. ഡേറ്റ് ഓർത്തിരിക്കുക, 3/8/24 ഈ വിൻഡോ ഓപ്പൺ ആകുന്നത്. എന്നാൽ ഇത് ക്ലോസ് ആവുന്നതോ 8/9 ഇത് ക്ലോസ് ആവുന്നതെന്ന് ഓർത്തിരിക്കണം. ഇത് മറന്നു പോകരുത്. ഈ ഒരു ഡേറ്റിലാണ് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് പിന്നെ തോന്നിയാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അന്ന് നമുക്ക് കയറി നോക്കാം, സംശയമുണ്ട് എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയോ എന്നൊരു ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഒന്ന് കറക്റ്റ് ചെയ്തേക്കുക. അതിനുള്ള അവസരങ്ങളൊക്കെ അന്ന് കിട്ടും. നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയാൽ അത് മാറ്റാനുള്ള അവസരം റെയിൽവേ നമുക്ക് തരികയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് ബോധപൂർവ്വം ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം ഈ ഡേറ്റുകൾ മറക്കണ്ട. അവസാനമായിട്ട് അപേക്ഷിക്കാനുള്ള ഡേറ്റ് 29/8/2024. ഈ ഡേറ്റിന് മുമ്പ് അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന അടുത്ത ദിവസം കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഓർക്കണം. അല്ലാതെ കറക്ഷൻ വിൻഡോ വന്ന് പുതിയതായിട്ട് കയറി അപ്ലൈ ചെയ്യാമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതായത് 29/8/2024 ലാസ്റ്റ് ഡേറ്റ് തീരും. 30-ാം തീയതി മുതൽ 8/9/2024 വരെ എന്തുണ്ട്, ആ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ രണ്ട് ഡേറ്റുകളും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനിയും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഡേറ്റ് ഉണ്ട്, ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണ്, അതിൽ ഞാൻ എടുത്തു പറയുന്നുണ്ട്. ഇനിയും നമ്മൾ അപേക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ അപേക്ഷിക്കുന്നവരുടെ ഏജ് ലിമിറ്റ് ഒരു വലിയ ഘടകമാണ്. ഓരോ പരീക്ഷയ്ക്കും അപേക്ഷിക്കുന്നതിന് എന്തുണ്ട്, ഓരോ വ്യത്യസ്ത ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ കോമൺ ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വരെയാണ്. ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2/1/1989 ജനിച്ച ആൾക്കാർക്ക് അപേക്ഷിക്കാം. അതായത് നമ്മുടെ ഏറ്റവും ലീസ്റ്റ് പ്രായം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ജനറൽ കമ്മ്യൂണിറ്റിക്ക് യാതൊരുവിധ റിസർവേഷനും എലിജിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് ഏതാണ്ട് 1989 1-ാം മാസം 2-ാം തീയതി വരെ ജനിച്ചവർക്ക് പറ്റും. അതായത് ജനുവരി 1-ന് ശേഷം ജനിച്ച എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപേക്ഷിക്കാൻ പറ്റും. ഏറ്റവും മിനിമം ഏജ് ആയിട്ട് അപേക്ഷിക്കാൻ പറ്റും. ഇനിയും OBC ആണ്, അവർക്ക് OBC റിസർവേഷൻ ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, OBC റിസർവേഷനിലുള്ള കാസ്റ്റ് ആയിട്ട് കാര്യമില്ല. അവർ എന്തുകൂടി ആയിരിക്കണം, NCL ആയിരിക്കണം, നോൺ ക്രിമീലിയർ ആയിരിക്കണം. മനസ്സിലായില്ലേ? അവരുടെ ഇംഗപരിധി ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഇംഗത്തിൽ താഴെയുള്ളവരായിരിക്കണം. ഇംഗത്തിന് മുകളിലുള്ളവരാണെങ്കിൽ എന്താണ്, അവര് ജനറൽ തന്നെ ആയിരിക്കും. അപ്പൊ ഈ ജനറൽ കമ്മ്യൂണിറ്റി ആയിട്ടായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നോൺ ക്രിമീലിയർ ആണെങ്കിൽ അവർക്ക് എന്ന് വരെ ആവാം, ജനുവരി 1-ന് ശേഷം ജനിച്ച എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതായത് 2/1/1986 മുതൽ ഇങ്ങോട്ട് ജനിച്ച ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ SC/ST ആണെങ്കിലോ, SC/ST ആണെങ്കിൽ 2/1/1984 ജനിച്ച ആൾക്കാർക്ക് മുഴുവൻ അപ്ലൈ ചെയ്യാം. ഇത്രയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ റിസർവേഷനുകാർക്ക് മാർക്കുകളിലും റാങ്കിലും ഒക്കെ പല ബെനിഫിറ്റ്സും ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഈ പൊസിഷനിൽ അപേക്ഷിക്കുന്നതിന്, അതായത് RRB ജെയിൽ അപ്ലൈ ചെയ്യുമ്പോൾ RRB ജെയുടെ അവസാനത്തെ ഡേറ്റ് ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പം സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷിക്കുന്ന ആ ഒരു പോയിന്റിൽ, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഏതാണ്ട് 1 വർഷത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം വാങ്ങേണ്ടത്. അതിൽ ആദ്യമായിട്ട് EWS എന്ന് പറയുന്ന വിഭാഗം, അതായത് ഇക്കണോമിക്കൽ വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്ന ഒരു സംവരണമാണ്. അവർക്ക് ഏജ് റിലാക്സേഷൻ ഒന്നും കിട്ടില്ല. പക്ഷെ അവർ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അപേക്ഷിക്കണം. കാരണം
കാരണം ഇതിലൊരു സെപ്പറേറ്റ് വിങ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഡിഫറെന്റ് സ്റ്റേജുകളിൽ നിങ്ങൾ ചാടിക്കിടക്കേണ്ട ഹാർഡിൽസിന്റെ മാർക്ക് ജനറലിനെക്കാളും കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഈ സർട്ടിഫിക്കറ്റ് സാധാരണ രീതിയിൽ നമുക്ക് രണ്ടിടത്തു നിന്ന് വാങ്ങാം. വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങാം, വില്ലേജ് ഓഫീസിന് മുകളിലെ തഹസിൽദാറുടെ ഓഫീസ് മുതൽ മുകളിലോട്ട് വാങ്ങാം. മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങേണ്ട എവിടെ നിന്നാണ്? ഇത് സെൻട്രൽ ഗവൺമെന്റ് സർവീസിലേക്ക് ആയതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് മിനിമം തഹസിൽദാറിന്റെ ഓഫീസിലാണ്. തഹസിൽദാർ മുതൽ മുകളിലോട്ട് എല്ലാവർക്കും ഇത് തരാനുള്ള അധികാരം ഉണ്ടെങ്കിലും നമ്മൾ വാങ്ങുന്നത് പൊതുവെ തഹസിൽദാറിന്റെ ഓഫീസിലാണ്. പക്ഷേ ഇവിടെയും വില്ലേജ് ഓഫീസർ വലിയ റോളുണ്ട്. കാരണം ഇതിന്റെ അന്വേഷണ അധികാരി വില്ലേജ് ഓഫീസറാണ്. അപ്പൊ നിങ്ങൾ അക്ഷയ മുഖാന്തരം, കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, അക്ഷയ മുഖാന്തരം ഈ അപേക്ഷ കൊടുക്കുക. അതായത് എക്കണോമിക് വീക്കർ സെഷൻ ആണെന്നുള്ളതിന് ക്രൈറ്റീരിയകളുണ്ട്. അപ്പൊ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ SSLC ബുക്കിന്റെ കോപ്പി കൊണ്ടുപോകുക, റേഷൻ കാർഡ്, ഇൻകം തെളിയിക്കുന്ന റേഷൻ കാർഡ് കാണിക്കുക, കരമൊടിക്കുക രസീത്, ഇത്രയും സാധനങ്ങളുമായിട്ട് പോയിട്ട് അക്ഷയയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ശേഷം ഇത് വെരിഫൈ ചെയ്യുന്ന അസസ് ചെയ്യുന്നതും വില്ലേജ് ഓഫീസർ ആയിരിക്കും. ഈ വില്ലേജ് ഓഫീസർ അസസ് ചെയ്ത ശേഷം ഈ റിപ്പോർട്ട് തഹസിൽദാറിന് അയച്ചു കൊടുക്കും. അങ്ങനെ തഹസിൽദാർ ഓഫീസിൽ നിന്നായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഏതാണ്ട് 3-4 ദിവസത്തെ ഒരു നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. ഇതിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡെഡ് ലോക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് വീണ്ടും ഡിലേ ആവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബെനിഫിറ്റ് കിട്ടുന്നവർ എന്ത് ചെയ്യുക? ഇത് അപ്ലൈ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ OBC സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തെ OBC സർട്ടിഫിക്കറ്റ് ആണ്. OBC സർട്ടിഫിക്കറ്റിന് ഇതുപോലെ തന്നെ ഒരു ഇൻകം സ്ലാബ് ഉണ്ട്. ഇൻകം സ്ലാബ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ ഇൻകം ഉള്ളവർക്ക് റിസർവേഷൻ ഉണ്ടാവില്ല. OBC എന്ന് പറയുന്ന റിസർവേഷൻ എലിജിബിലിറ്റി ഉണ്ടാവില്ല. അവർ ജനറൽ തന്നെയായിരിക്കും, യാതൊരുവിധ ട്രീറ്റും അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ OBC-ക്കാർ പോയി വാങ്ങേണ്ടത്, നിങ്ങൾ പോയി വാങ്ങേണ്ടത് മറ്റൊരു സർട്ടിഫിക്കറ്റും അല്ല. അവർ വാങ്ങേണ്ടുന്ന സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ വാങ്ങേണ്ടത് ഇതേ പ്രൊസീജിയർ പാലിച്ചു കൊണ്ട് തന്നെ തഹസിൽദാറുടെ ഓഫീസിലാണ് അപേക്ഷിക്കേണ്ടത്. നിലവിൽ കേരളത്തിൽ അക്ഷയ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ സർവീസ് സെന്റർ വഴിയോ ഒക്കെ, കോമൺ സർവീസ് സെന്റർ വഴിയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ നിങ്ങൾക്ക് സ്വമേധ ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള എക്വിപ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ റവന്യൂ വകുപ്പിന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കൂടുതൽ സമയമെടുത്ത് ഡിലേ ആകണ്ടെന്ന് വരുത്തിയാണ് ഏതെങ്കിലും ഒരു സംവിധാനത്തെ ആശ്രയിക്കാൻ പറയുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. മൂന്നാമത്തത് SC/STയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, ജാതി സർട്ടിഫിക്കറ്റ് ആണ്. ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരും വാങ്ങണം. കാരണം പ്രത്യേകിച്ച് പ്രായത്തിന്റെ ഏജിന്റെ അല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഇൻകത്തിന്റെ മാനദണ്ഡങ്ങളൊന്നും SC/STയിൽ ബാധകമല്ല. SC/STക്ക് അത് ഏത് തരത്തിലുള്ള ഇൻകം ആണെങ്കിലും നിങ്ങൾക്കൊന്നുണ്ടാവും, നിങ്ങൾക്ക് ഈ സംവരണം ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇതേ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന്, അതായത് തഹസിൽദാർ ലെവലിൽ നിന്ന് വാങ്ങിച്ച് സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. അപ്പം ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഡിജിറ്റൽ കോപ്പി എങ്കിലും ഉണ്ടായിരിക്കണം. കാരണം ഈ ആപ്ലിക്കേഷനിലൊക്കെ എന്ത് വേണം? ഈ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ എല്ലാ സർട്ടിഫിക്കറ്റിനും ഒരു നമ്പറോട് കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇനി റീസെന്റ് ടൈംസിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പ്രത്യേകിച്ചും റെയിൽവേയുടെ തന്നെ എക്സാം എടുത്താൽ ഇപ്പൊ കുറെ എക്സാമുകൾ ഉണ്ടായിരുന്നു. അതായത് സബ് ഇൻസ്പെക്ടറിന്റെ എക്സാം വിളിച്ചിരുന്നു, കോൺസ്റ്റബിളിന്റെ എക്സാം വിളിച്ചിരുന്നു, ടെക്നീഷ്യൻ എക്സാം വിളിച്ചിരുന്നു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് നിങ്ങൾ മറ്റേതെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പം എന്തെങ്കിലും പർപ്പസിന് വേണ്ടി നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് തഹസിൽദാറിന്റെ ഓഫീസിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടി ഞാൻ പറയുന്നു, തഹസിൽദാർ മുതൽ മുകളിലോട്ടുള്ള ഏതെങ്കിലും ഓഫീസിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയത് എടുക്കേണ്ട, ആ നമ്പർ തന്നെ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും നിങ്ങൾ വെറുതെ കളയേണ്ടതല്ല. നിങ്ങൾക്ക് തരുന്ന അവകാശങ്ങളാണ്. നിങ്ങളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു കാര്യം വേറൊന്നുമല്ല, RRBJയുടെ കോഴ്സ് ബിഗ് ലേണിംഗ് അക്കാഡമിയിൽ വളരെ ഗംഭീരമായി തന്നെ നടക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമാകുവാൻ നിങ്ങൾക്കൊരു അവസരമുണ്ട്. അതിന് എന്താണ്, നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ദൂരീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ഫില്ല് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഏറെക്കുറെ എല്ലാ ഡൗട്ടുകളും തീരുന്നതാണ്. ഇനി നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ ഞാൻ എടുത്തു പറയാം. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതായത് നിങ്ങൾക്ക് ഏത് സമയം എവിടെ ഇരുന്നും കാണാൻ പറ്റുന്നതാണ്. എടുത്ത ക്ലാസ്സുകൾ തന്നെ വീണ്ടും നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കിട്ടുന്നതായിരിക്കും. രണ്ടാമത്, ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ഉണ്ട്. അതും വളരെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള മെന്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സഹായം ചെയ്തു തരുന്നത്. ഇനിയും മോക്ക് ടെസ്റ്റുകളാണ്, നിരന്തരമായ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങളെ ഏതൊരു പരീക്ഷയ്ക്കും രൂപപ്പെടുത്തിയെടുക്കുന്നത്. നമ്മൾ നിരന്തരമായ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. 1-2 എക്സാം മോക്കല്ല, നിരന്തരമായി തന്നെ ഈ എക്സാമുകൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ ശക്തരാക്കിക്കൊണ്ടേയിരിക്കും. ഇനിയും
രണ്ടാമത്തത് ഇന്റൻസീവ് ട്രെയിനിങ് ആണ്. അത് എന്ന് വരെയാണ്, നിങ്ങൾക്ക് എന്നാണോ പരീക്ഷ ആ പരീക്ഷയുടെ ഡേറ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. യാതൊരുവിധ സംശയം വേണ്ട അതിൽ. അല്ലാതെ 6 മാസം അല്ലെങ്കിൽ 3 മാസം എന്നൊരു ടൈം ഒന്നും വെച്ചിട്ടല്ല. എന്നാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല നമ്മുടെ മെന്റേഴ്സിന്റെ പ്രത്യേകത അറിയാമല്ലോ, റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എയ്ഡ് ആൻഡ് അഡ്വൈസ് തരുന്നത്. അതായത് ഇത്തരം പരീക്ഷകളിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വിജയം കൈവരിച്ചവർ, നിങ്ങൾക്ക് എങ്ങനെയാണ് അവർ ക്രാക്ക് ചെയ്തതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൂടി തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.